പഴകുളം മധു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പഴകുളം മധു, എല്ലാവരും വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കർണാടകയിൽ നടക്കുന്നത്. ഏതാണ്ട് 2024 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനൽ എന്നൊക്കെ ഉള്ള വിശദീകരണങ്ങളിലും വിശേഷങ്ങളൊക്കെ അതിന് നൽകുന്നുമുണ്ട്. ഏത് തരത്തിലുള്ള ഒരു വിജയ പ്രതീക്ഷ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രതീക്ഷയാണ് അവിടെ കർണാടകയിൽ കോൺഗ്രസിനുള്ളത്? ബി ജെ പിക്ക് അവിടെ ഒരു തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരവുമില്ല, ഭരണ അനുകൂല വികാരമാണ് എന്നുള്ളൊരു പ്രതികരണമായിരുന്നു അല്പം സമയം മുമ്പ് പ്രതികരിച്ച സന്ദീപ് വാര്യർ പറഞ്ഞത്. കർണാടകത്തിൽ ബി.ജെ.പി. വലിയ പ്രതിസന്ധി നേരിടുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കോൺഗ്രസിലേക്ക് ബി.ജെ.പിയിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കന്മാരുടെ ഒഴുക്ക് അത് വ്യക്തമാകുന്നതാണ്. രാജ്യത്തെ പ്രധാനമന്ത്രി മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് മണിപ്പൂരിൽ വർഗീയ കലാപം ആളിക്കത്തി മണിപ്പൂരാകെ കത്തി എരിയുമ്പോൾ റോഡ് ഷോ നടത്തി അവിടെ തങ്ങേണ്ടി വന്ന പ്രധാനമന്ത്രിയുടെ ദാരുണമായ അവസ്ഥ നമുക്ക് മനസ്സിലാകും. അപ്പൊ കർണാടക 2024 ഡ്രസ് റിഹേഴ്സലാണ് കർണാടക. തീർച്ചയായിട്ടും കർണാടകയിലെ തെരഞ്ഞെടുപ്പ് രംഗം വ്യക്തമാകുന്ന പിക്ചർ എന്ന് പറയുന്നത് ബി.ജെ.പിയുടെ ഭരണത്തിന് അവസാനം കുറിച്ചുകൊണ്ട് കോൺഗ്രസ് രാജ്യത്താകെ നടത്തുന്ന ഉയർത്തെഴുന്നേൽപ്പിന്റെ തുടക്കമായി കർണാടക മാറും എന്നുള്ളതാണ്. കർണാടകയിലെ അഴിമതി സർക്കാർ 40% ഗവൺമെന്റ് എന്നാണ് കർണാടക ഗവൺമെന്റിനെ ജനങ്ങളാകെ വിളിക്കുന്നത്. അഴിമതിയിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്ന ഒരു സർക്കാരാണ് കർണാടകയിലേത്. ജാതി സമവാക്യങ്ങളും വർഗീയ ധ്രുവീകരണവും കൊണ്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളും ജയിച്ചു കളയാം. അങ്ങനെ രാജ്യത്തെ ജനങ്ങളെ ആകെ കീഴ്പ്പെടുത്തി ഒരു ഫാസിസ്റ്റ് ഭരണവുമായി മുൻപോട്ട് പോകാമെന്ന ബി.ജെ.പിയുടെ അതിമോഹത്തിൽ നിൽക്കുന്ന കനത്ത പ്രഹരമായിരിക്കും കർണാടക തെരഞ്ഞെടുപ്പ്.